നിങ്ങൾ ഇങ്ങനെയാണോ തമ്മിൽ ഉണ്ടാക്കാറ്? ഇതൊന്നും തമ്മിൽസ് അല്ല, ഇതൊക്കെ പോസ്റ്റേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് പോയിട്ട് കാണുന്നാക്ക് പോലും മനസ്സിലാകത്തില്ല. ഈ വീഡിയോയുടെ എൻഡ് ആകുമ്പോഴേക്കും ഒരു തമ്മിൽ എങ്ങനെ പ്രോപ്പറായി ഉണ്ടാക്കാമെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. ഒരു വീഡിയോൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് തമ്മിൽ. നിങ്ങൾ വീഡിയോ പക്കയായിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ തമ്മിൽ നിങ്ങൾ അതിന് പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ വീഡിയോ പെർഫോം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇംപ്രഷൻസ് ഇതുപോലെ ഇരിക്കും. എന്താണ് ഇംപ്രഷൻസ്? ഇംപ്രഷൻസ് എന്ന് പറയുന്നത് യൂട്യൂബ് നിങ്ങളെ വീഡിയോ എത്ര പേർക്ക് കാണിച്ചു എന്നുള്ളതാണ്. ഇംപ്രഷൻസിനെക്കാട്ടും വളരെ കുറവാണ് നിങ്ങളെ വ്യൂസ് എങ്കിൽ നിങ്ങൾ തമ്മിൽ ഷുവറായും മാറ്റിയിരിക്കണം. ഇത് ക്ലിക്ക് ത്രൂ റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷുകാരുടെ വീഡിയോസും ഹിന്ദിക്കാരുടെ വീഡിയോസും കുറേ നിങ്ങൾ കാണുന്നുണ്ടാവും തമ്മിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ബട്ട് മലയാളത്തിൽ എങ്ങനെ തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആൻഡ് മലയാളത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ വളരെ ചുരുക്കം വീഡിയോസാണുള്ളൂ. ഞാൻ നിങ്ങളിത് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അത് ഇന്നോ അത് നാളെയോ അത് നിങ്ങളിടുന്ന എഫേർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളെ സഹായിക്കൽ മാത്രമാണ് എൻ്റെ ജോലി. ഇനി നിങ്ങളുടെ വീഡിയോൻ്റെ തമ്മിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിന് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഷോർട്സിന് എങ്ങനെ ഒരു പ്രോപ്പർ തമ്മിൽ വെക്കാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. നമ്പർ 1, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, നമുക്ക് ഇമോഷൻസ് പെട്ടെന്ന് കണക്റ്റ് ആവും. അതായത് നിങ്ങളുടെ ഒരു ഫേസ് കാണിച്ചുകൊണ്ടുള്ള ചാനലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നിങ്ങളുടെ തമ്മിൽ ഹൈലൈറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റും. ഇതിലൂടെ ആൾക്കാർക്ക് വീഡിയോൻ്റെ ജോണർ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസുകൾ കൂടും. എക്സാമ്പിൾ, നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ ഒക്കെ തമ്മിൽസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഫേസ് നിങ്ങൾക്ക് ഒരു റെക്കഗ്നിഷൻ കൊണ്ടുതരും. ഒരിക്കൽ നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾ പിന്നെയും നിങ്ങളുടെ ഫേസ് ഫീഡ് പോപ്പപ്പ് ചെയ്യുമ്പോൾ എന്തായാലും അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കും. പിന്നെ നിങ്ങൾക്ക് ഗ്രാജുവലി അവരെ നിങ്ങളെ റെഗുലർ ഓഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ്സ് ഉണ്ട്. ഈ എക്സ്പ്രഷൻസ് അധികം ഓവറാക്കി ചളമാക്കാനും പാടില്ല, എന്നാൽ തീരെ ഒട്ട് മോശമാക്കാനും പാടില്ല. സെക്കൻഡ് 1, ടെക്സ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. തമ്മിൽ കൊടുക്കുന്ന ടെക്സ്റ്റും നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കുന്ന ടെക്സ്റ്റും ഒരിക്കലും സെയിം ആകാൻ പാടില്ല. ഇതൊരിക്കലും ആൾക്കാരിൽ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യില്ല. ഇത് സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. തമ്മിൽ നിങ്ങൾ ക്യൂരിയോസിറ്റി കൊടുത്തിരിക്കണം. ആൻഡ് ടൈറ്റിൽ ആ വീഡിയോ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായിരിക്കണം ടൈറ്റിൽ. ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ആരും ക്ലിക്ക് ചെയ്യത്തില്ല. ഇനി തമ്മിൽ കല്യാണ കത്തിൽ എഴുതുന്ന പോലെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടൊന്നും കാര്യമില്ല. 1 or 2 വേർഡ്സ് അല്ലെങ്കിൽ മാക്സിമം 3 വേർഡ്സ് അതിനുള്ളിൽ നിങ്ങൾ തീർത്തിരിക്കണം. തേർഡ് 1, കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബ്രൈറ്റും ഐ ക്യാച്ചി ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യുക. എന്ന് വെച്ച് പിസ്ത ചൂസ് ചെയ്യണമെന്നല്ല, തമ്മിലുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, ഓവറോൾ ഒരു റെഡ് തീമിലുള്ള തമ്മിലിന് ഒരു റെഡ് കളറിലുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ആ ടെക്സ്റ്റ് പോപ്പപ്പ് ചെയ്യണം. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള കളേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യണം. ഓവറോൾ ഈ ടെക്സ്റ്റിന് കൊടുത്ത കളറും തമ്മിലും തീമും ഒക്കെ ആയിട്ട് മാച്ച് ആയിരിക്കണം. എക്സാമ്പിൾ, റെഡ്, ഗ്രീൻ, യെല്ലോ ഇതേപോലെയുള്ള കളേഴ്സ് കൂടുതലായി ഉപയോഗിക്കുക. ഈ കളേഴ്സ് വേഗം അറ്റൻഷൻ ഗ്രാബ് ചെയ്യും. അതുപോലെ ഫോൺസ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബോൾഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫോൺസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടാതിരിക്കുക. സ്ട്രെസ് എടുത്ത് വായിക്കാനൊന്നും ആരും നിൽക്കത്തില്ല. നമ്പർ 4, കൺസിസ്റ്റൻസി. നമ്മളെ വീഡിയോസിന് കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും നമ്മളെ തമ്മിലിന് കൺസിസ്റ്റൻസി നിർബന്ധമാണ്. പരമാവധി എപ്പോഴും റെഗുലറായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ആ ഫോണ്ട് നിങ്ങളുടെ എല്ലാ തമ്മിൽസിനും ഉപയോഗിക്കുക. അതുപോലെ തന്നെ കളേഴ്സും നിങ്ങളുടെ തമ്മിലിന് കറക്റ്റായിട്ടുള്ള ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ കളർ തീമിൽ മാത്രമേ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കാവൂ. ഇതുവഴി നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഈ ചാനൽസൊക്കെ നോക്കിയാൽ മതി. ഇനി നിങ്ങളുടെ ചാനലിന് എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഇടയിൽ നിങ്ങളുടെ ചാനലിന് കമൻറ്റ് ഇടുക. ഞാൻ അത് നോക്കിയിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ പ്ലീസ് കമൻറ്റ്. ലാസ്റ്റ് 1, ഷോർട്സിന് എങ്ങനെ തമ്മിൽ ആഡ് ചെയ്യാം. ഷോർട്സിന് തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് ഷോർട്സിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു പോർഷനെ തമ്മിലാക്കി വെക്കാൻ പറ്റുള്ളൂ. ബട്ട് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോൻ്റെ ഫസ്റ്റ് 1 or 2 ഫ്രെയിംസിൽ നിങ്ങൾക്ക് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഷോർട്സിൽ തമ്മിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. ഇതൊരു ചെറിയ ട്രിക്കാണ്. ചില ആൾക്കാർ ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ ചെയ്യുന്നുണ്ടാവില്ല. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആൻഡ് കൂടുതൽ യൂട്യൂബ് ഗ്രോത്ത് വീഡിയോസിനായി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.